പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, SCERT സവിശേഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നവീനങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് കാഴ്ച പരിമിതരായ കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ 12 വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക്, അതോടൊപ്പം തന്നെ അവിടുത്തെ മറ്റ് വിഭാഗങ്ങളിലെ അധ്യാപകർക്കും ശാരദ ബ്രെയിലി റൈറ്റർ അതിൻ്റെ പരിഷ്കരിച്ച സോഫ്റ്റ്വെയറിൻ്റെ പരിശീലനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ സമീക്ഷയുടെ 2ാം ഘട്ട പരിശീലനം ഈ 2021 ഒക്ടോബർ 26-27 തീയതികളിൽ നടക്കുകയാണ്. നമുക്കറിയാം, ഇതിൻ്റെ മുന്നോടിയായിട്ട് മാസ്റ്റർ ട്രെയിനർമാരുടെ പരിശീലനം ഒക്ടോബർ 20-21 തീയതികളിൽ നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച ഫീഡ്ബാക്കുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശാരദ ബ്രെയിലി റൈറ്റർ നന്നായി പരിഷ്കരിക്കുകയും ആ പരിഷ്കരിക്കപ്പെട്ട സോഫ്റ്റ്വെയർ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ 2 ദിവസങ്ങളിലായി നടക്കുന്ന ശില്പശാലയുടെ പ്രധാന ഉദ്ദേശം. ഈ 2 ദിവസത്തെ ശില്പശാല കഴിയുന്നതോടെ നമ്മുടെ 125ഓളം വരുന്ന ഈ സവിശേഷ വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ഈ സോഫ്റ്റ്വെയറിൽ നല്ല പരിശീലനവും പരിജ്ഞാനവും ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾക്ക് ഈ രംഗത്ത് കൂടുതൽ അറിവ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മുടെ മാസ്റ്റർ ട്രെയിനർമാർ നടത്തിയ പരിശീലനത്തിൻ്റെ ഭാഗമായി എക്സ്പെർട്ടുകൾ തയ്യാറാക്കിയ വീഡിയോ ക്ലാസ്സുകൾ SCERTയുടെ യൂട്യൂബിൽ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം പരിശോധിക്കാനും പഠിക്കാനും സമയം ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് സവിശേഷ വിദ്യാലയത്തിൽ കാഴ്ചപരിമിതരായ നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ അക്കാദമിക രംഗത്ത് നൽകുവാനും അത്തരത്തിൽ അവരെ പൊതുസമൂഹത്തിനോടൊപ്പം തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഏതു വിധത്തിലും സഹായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. അതിനാണ് സമീക്ഷ എന്ന പ്രോജക്റ്റ് SCERTയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപക സമൂഹത്തിനും SCERTയുടെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. ഈ 26-27 പരിശീലനങ്ങൾ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി അത് ഉൾക്കൊള്ളാനും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, കഴിഞ്ഞ പരിശീലന പരിപാടിയിൽ നമ്മൾ ശാരദ ബ്രെയിൽ റൈറ്റർ പരിചയപ്പെട്ടല്ലോ. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ അധ്യാപക ശാക്തീകരണ പരിപാടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവുമായി ബന്ധപ്പെട്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളിലും എത്തിക്കുക, പ്രത്യേകിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പരിശീലന പരിപാടികൾ SCERT കേരള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഗവേഷണങ്ങളും പരിശീലന പരിപാടികളും നമ്മുടെ സംസ്ഥാനത്തൊട്ട് എല്ലാ വിദ്യാലയങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി സമീക്ഷ എന്ന പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് നമ്മൾ ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ പരിശീലന പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മളെല്ലാം പരിചയപ്പെടുകയും പരിശീലിക്കുകയും നമ്മുടെ പ്രവർത്തന മേഖലയിൽ പ്രായോഗികമായി ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ നിർദ്ദേശങ്ങളും പോരായ്മകളും പരിഗണിച്ചും പരിഹരിച്ചുമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് നിലവിലുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ശാരദ ബ്രെയിൽ റൈറ്റർ 2.0 നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്?
അതിലെ എന്തൊക്കെ പോരായ്മകളാണ് ഇപ്പോൾ പരിഹരിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീ നളിൻ സത്യനാണ്. നമുക്ക് ആദ്യം ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മൾ പരിചയപ്പെട്ട വേർഷൻ 2.0-ൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഓർത്തു നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പരിശീലിച്ചതുമാണ്. ശാരദ ബ്രെയിൽ റൈറ്റർ നമുക്ക് ഒട്ടേറെ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വിവിധ ഭാഷകളിൽ എഴുതാൻ കഴിയുന്നു എന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ബിൽറ്റ് ഇൻ എൻജിൻ ആണ് നമ്മളതിൽ ഉപയോഗിച്ചിരുന്നത്. ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ 2.0 എന്ന വേർഷനിൽ ബിൽറ്റ് ഇൻ എൻജിനാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ടെക്സ്റ്റ് ഫയലുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള ഫോണ്ട് മാറ്റൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ഫയലുകളിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെ കാര്യങ്ങളിലാണ് ശാരദ ബ്രെയിൽ റൈറ്റർ 3.0 ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്, എന്തൊക്കെ പുതിയ മാറ്റങ്ങളാണ് ശാരദ ബ്രെയിൽ റൈറ്ററിൽ ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സെഷനുകളിൽ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ അബ്ദുൽ ജലീൽ, മലപ്പുറം ജില്ലയിലെ അരിയല്ലൂർ ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകനാണ്. നിലവിലുള്ള ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ ചില പ്രത്യേകതകളാണ് നാം മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട അജയൻ മാഷ് നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ശാരദ ബ്രെയിൽ റൈറ്റർ ഒന്ന് തുറന്നു നോക്കാം. എങ്ങനെയാണ് ടീച്ചറെ പുതിയ ശാരദ ബ്രെയിൽ റൈറ്റർ തുറക്കുന്നത്? ടീച്ചർ എന്ന് പറഞ്ഞേ. അതെ, പഴയതുപോലെ തന്നെ, പഴയ ശാരദ ബ്രെയിൽ റൈറ്റർ തുറക്കുന്നത് പോലെ തന്നെ. ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അതെ യൂണിവേഴ്സൽ ആക്സസ് മെനു, അവിടെ നിന്ന് റൈറ്റ് ആരോ അടിച്ച് ശാരദ ബ്രെയിൽ റൈറ്ററിലെത്തി ഓപ്പൺ ചെയ്യുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഞാനിതാ ആപ്ലിക്കേഷൻ അടിക്കുന്നു, Alt F1. ആപ്ലിക്കേഷൻ മെനുവിൽ വന്നു. ഇനി അപ്പ് ഓർ ഡൗൺ ആരോ ഉപയോഗിക്കാം. അപ്പോൾ അപ്പ് ഓർ ഡൗൺ ആരോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എളുപ്പം അപ്പാരോ ആയതുകൊണ്ട് ഞാൻ അപ്പാരോ ഉപയോഗിക്കുന്നു. യൂണിവേഴ്സൽ ആക്സസ് മെനുവിലെത്തി. ഇനി റൈറ്റ് ആരോ ഉപയോഗിക്കുന്നു. ഞാൻ അപ്പാരോ ഉപയോഗിച്ചപ്പോൾ ശാരദ ബ്രെയിൽ റൈറ്റർ 2 എന്ന് കണ്ടു. നേരത്തെ ഉള്ള ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ്, എൻ്റെ സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ടാണ് ശാരദ ബ്രെയിൽ റൈറ്റർ 2 എന്ന് കണ്ടത്. ഞാൻ ഒന്നുകൂടെ അപ്പാരോ ഉപയോഗിക്കുന്നു. ശാരദ ബ്രെയിൽ റൈറ്റർ ഞാൻ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ശാരദ ബ്രെയിൽ റൈറ്ററിൻ്റെ ഒരു പുതിയ പേജ് തുറന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ എഴുതി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ കുത്തുകൾക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. 1, 2, 3, 4, 5, 6 കുത്തുകൾക്ക് വേണ്ടി നാം ഉപയോഗിച്ചിരുന്ന കീ ഏതാണ് ടീച്ചറെ? അതെ, F കീ ആണ് നമ്മൾ .1 ഉപയോഗിക്കുന്നത്. DS 1, 2, 3 FDS. അതുപോലെ JKL 4, 5, 6. അങ്ങനെയെങ്കിൽ ഞാനിവിടെ F എന്ന കീ ഒന്ന് അമർത്തുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കേൾക്കേണ്ടത്, ഞാനിവിടെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലായതുകൊണ്ട് F ഞെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കേൾക്കണം? അതെ, A എന്ന് കേൾക്കണം അല്ലെ? നോക്കാം നമുക്ക്. FA എന്ന് കേൾക്കുന്നു. അതെന്താ അങ്ങനെ? അതിന് നമുക്കൊരു പരീക്ഷണം കൂടി നടത്താം. നമ്മുടെ സിയുടെ കുത്ത് എന്താണ്? 1, 4. അതെ, 1, 4 എന്നുള്ളതിന് നമ്മൾ ഏതെല്ലാം കീ ഉപയോഗിക്കുന്നു? FJ. ഞാനൊന്ന് ഞെക്കി നോക്കാം.
FJC, അതായത് എഫും ജെയും കൂടി ഞെക്കിയപ്പോൾ FJC എന്ന് കേൾക്കുന്നു. ഇത് നമുക്കൊന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ അത് ശരിയാവില്ലല്ലോ. എങ്ങനെയാണ് ഇതിൽ മാറ്റം വരുത്തുക? അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ നിലവിലുള്ളത് സാധാരണ നമ്മൾ എഫ് അടിച്ചു കഴിയുമ്പോൾ എഫിന്റെ ശബ്ദം കേൾക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ റീഡറിലൂടെ അങ്ങനെയാണ് കേൾക്കേണ്ടത്, അല്ലേ? ജെ അടിക്കുമ്പോൾ ജെയുടെ ശബ്ദം കേൾക്കണം. എഫും ജെയും കൂടെ അടിക്കുമ്പോൾ എഫിന്റെയും ജെയുടെയും ശബ്ദം കേൾക്കണം എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ ഓർക്ക സ്ക്രീൻ റീഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ നാം പല രീതിയിലേക്ക് നമുക്ക് ആവശ്യമായ സെറ്റിങ്ങിലേക്ക് മാറ്റിവെക്കാം. എന്നാൽ നമുക്കൊരു സാധാരണ കമ്പ്യൂട്ടർ ലഭിക്കുമ്പോൾ അത്തരം സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ സെറ്റിങ്സിലേക്ക്, ഓർക്കയുടെ സെറ്റിങ്സിലേക്ക് പോയി അതിനെ ക്രമീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് സാധാരണ ഡെസ്ക്ടോപ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓർക്ക സെറ്റിങ്സിന് ഉപയോഗിക്കുന്ന കീ ആണ് ഇൻസേർട്ട് പ്ലസ് സ്പേസ്. എന്നാൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറന്ന് ടെക്സ്റ്റ് എഡിറ്റർ, ശാരദാ ബ്രെയിൽ റൈറ്റർ, ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ് കാൽക്ക് എന്നീ തുടങ്ങിയ ഏതെങ്കിലും ഒരു പേജിലാണ് നമ്മൾ സെറ്റിങ്സ് മാറ്റേണ്ടത് എങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കീ ഷോർട്ട് കട്ടാണ് ഇൻസേർട്ട് കൺട്രോൾ സ്പേസ്. ഇപ്പോൾ പ്രധാന മെനുവിലെത്തുമ്പോൾ ഇൻസേർട്ട് സ്പേസും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിലെത്തുമ്പോൾ ഇൻസേർട്ട് കൺട്രോൾ സ്പേസുമാണ് ഓർക്കയുടെ സെറ്റിങ്സ് മാറ്റുന്നതിനായി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ തുറന്നതായതുകൊണ്ട് ശാരദാ ബ്രെയിൽ റൈറ്റർ 3 അല്ലെങ്കിൽ ശാരദാ ബ്രെയിൽ റൈറ്റർ എന്ന പുതിയ ആപ്ലിക്കേഷൻ തുറന്നതായതുകൊണ്ട് നമുക്കിവിടെ ഉപയോഗിക്കേണ്ട കീ ഏതാണ് മാഷെ? വെരി ഗുഡ്, ഇൻസേർട്ട് കൺട്രോൾ സ്പേസ്. ഞാൻ അടിക്കുകയാണേ. ഇവിടെ നമ്മൾ കേട്ടത് ഇൻസേർട്ട് കൺട്രോൾ സ്പേസ് അടിച്ചപ്പോൾ സ്ക്രീൻ റീഡർ പ്രിഫറൻസ് ഫോർ ശാരദാ ബ്രെയിൽ റൈറ്റർ ജനറൽ പേജ് 1 of 8 എന്നാണ് കേട്ടത്. ഇവിടെ ലിബർ ഓഫീസ് റൈറ്റർ ആണെങ്കിൽ സ്ക്രീൻ റീഡർ പ്രിഫറൻസ് ഫോർ ലിബർ ഓഫീസ് റൈറ്റർ, സ്ക്രീൻ റീഡർ പ്രിഫറൻസ് ഫോർ ലിബർ ഓഫീസ് കാൽക്ക് എന്നൊക്കെ കേൾക്കാം. നമ്മൾ ശാരദാ ബ്രെയിൽ റൈറ്റർ തുറക്കുന്നത് കൊണ്ട് സ്ക്രീൻ റീഡർ പ്രിഫറൻസ് ഫോർ ശാരദാ ബ്രെയിൽ റൈറ്റർ എന്നാണ് കേൾക്കുന്നത്. ഇവിടെ ജനറൽ പേജ് 1 of 8 എന്ന് പറഞ്ഞാൽ ഇവിടെ 8 പേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേജായ ജനറൽ പേജിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാൻ നമ്മൾ റൈറ്റ് ഓർ ലെഫ്റ്റ് ആരോ കീകളാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ റൈറ്റ് ലെഫ്റ്റ് ആരോ ഉപയോഗിച്ച് തൽക്കാലം റൈറ്റ് ആരോ ഉപയോഗിച്ച് അടുത്ത പേജിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പേജ് ജനറൽ പേജാണ്. രണ്ടാമത്തെ പേജ് എന്താണെന്ന് നോക്കാം. വോയിസ് പേജ് ആണ് രണ്ടാമത്തെ പേജ്. ആ വോയിസ് പേജിൽ നമ്മുടെ വോയിസ് ആയിട്ടുള്ള ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും. സ്പീച്ച് പേജ്, നമ്മുടെ സ്പീച്ചിലുള്ള ചില ക്രമീകരണങ്ങൾ, ഓർക്കയുടെ സ്പീച്ച് പേജിലുള്ള ചില ക്രമീകരണങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. ബ്രെയിൽ പേജ്, നമുക്ക് ബ്രെയിൽ ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൽ പേജുകൾ മാറ്റാൻ പറ്റും. എക്കോ പേജ്, എക്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രതിധ്വനിയാണ് അല്ലെ. അപ്പൊ എക്കോ പേജിൽ ആണ് നമുക്കിപ്പോ ചില മാറ്റങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രശ്നം ഇതായിരുന്നു, സാധാരണ നമ്മൾ എഫ് അടിക്കുമ്പോൾ ശാരദാ ബ്രെയിൽ റൈറ്റർ നമുക്ക് എ എന്നാണ് കേൾക്കേണ്ടത്. അതിന് പകരമായിട്ട് ഇപ്പോൾ കേൾക്കുന്നത് എന്താണ്? എഫ് എന്നാണ്. അതാണ് നമുക്ക് മാറ്റേണ്ടത്. നോക്കൂ, ഞാനിവിടെ പേജുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ ആരോ കീകൾ ഉപയോഗിച്ചപ്പോൾ, റൈറ്റ് ഓർ ലെഫ്റ്റ് ആരോ ഉപയോഗിച്ചപ്പോൾ, ഇവിടെ ഞാൻ ആ പേജിലുള്ള കണ്ടന്റുകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ടാബ് കീ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ടാബ് പ്രസ് ചെയ്യുന്നു. എനേബിൾ കീ എക്കോ ചെക്ക് ബോക്സ് ചെക്ക്ഡ് എന്നാണ് പറഞ്ഞത്. ഇവിടെ എഫ് ആണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ആ എഫ് ഇവിടെ പറയും. അതോടൊപ്പം നിങ്ങൾ പറയുന്നതും പറയും. നിങ്ങൾ അമർത്തിയ, അതായത് ശാരദാ ബ്രെയിൽ റൈറ്ററിൽ എ എന്നാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറയും.
അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട, നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, ശാരദാ ബ്രെയിൽ റൈറ്ററിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം അൺചെക്ക് ചെയ്യുന്നു. നോക്കൂ, സ്പേസ് അടിച്ചാൽ മതി. നോട്ട് ചെക്ക്ഡ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ക്യാരക്ടർ. ഒരു ക്യാരക്ടർ അടിക്കുമ്പോൾ ആ ക്യാരക്ടർ പറയണോ? നമുക്ക് തെറ്റിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മൾ ഏത് ക്യാരക്ടറാണ് അടിക്കുന്നത്. അപ്പൊ അതെന്തായാലും പറയണം. അത് ഇവിടെ പറയണ്ട എന്നാണ്, അഥവാ നോട്ട് ചെക്കാണ് ഇവിടെ. നമുക്കത് സ്പേസ് അടിച്ച് ചെക്ക് ചെയ്യാം. ഇനി നോക്കൂ, ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ അത് പറയണോ? നമുക്ക് അത് പറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളൊരു വാക്കൊക്കെ അടിച്ചിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ തിരുത്താമല്ലോ. അതുകൊണ്ട് അവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നു. സെന്റൻസ് ആണ്. സെന്റൻസ് നമുക്ക് പറയണമെന്നില്ല, അത് ഇവിടെ നോട്ട് ചെക്കാണ്, നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹെൽപ്പ്, വീണ്ടും ടാബ്, അപ്ലൈ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അപ്ലൈ കൊടുക്കണം. അവിടെ ഞാൻ അപ്ലൈ കൊടുക്കുന്നു. സ്ക്രീൻ റീഡർ സെറ്റിംഗ്സ് റീലോഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരു കൺഫർമേഷനും കൂടി കൊടുക്കണം. അതിന് ടാബ് അടിക്കുമ്പോൾ ക്യാൻസൽ, ഓക്കെ, അവിടെ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ശാരദാ ബ്രെയിൽ റൈറ്ററിന്റെ ഒരു പുതിയ പേജിലാണ് നിൽക്കുന്നത്. ഇനി നോക്കൂ, ശാരദാ ബ്രെയിൽ റൈറ്ററിലെ ഭാഷ മാറ്റുന്നതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഭാഷ മാറ്റുന്നത്? ഭാഷ എന്ന് പറഞ്ഞേ, എങ്ങനെയാണ് ഭാഷ മാറ്റുന്നത്? അതെ, F1, F2, F3, F4 മുതൽ F8, F9 വരെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. F1 അടിക്കുന്നു. നമ്മൾ നേരത്തെ ഇംഗ്ലീഷ് എന്ന് മാത്രമായിരുന്നു കേട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് US ഗ്രേഡ് 1. F2 ഇംഗ്ലീഷ് US ഗ്രേഡ് 2. F3 മലയാളം ഗ്രേഡ് 1. F4 മലയാളം ഗ്രേഡ് 2. F5 ഹിന്ദി ഗ്രേഡ് 1. F6 തമിഴ് ഗ്രേഡ് 1. F7 കന്നഡ ഗ്രേഡ് 1. F8 അറബിക് ഗ്രേഡ് വാഹിദ് അഥവാ അറബിക് ഗ്രേഡ് 1. F9 നിമത് കോഡ് ഫോർ മാത്തമാറ്റിക്സ്. F10 സംസ്കൃത് ഗ്രേഡ് 1. F11 ഇംഗ്ലീഷ് US ഗ്രേഡ് 3. നോക്കണേ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ശാരദാ ബ്രെയിൽ റൈറ്ററിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഞാനിനി റൈറ്റ് കൺട്രോൾ കീ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് F1 പ്രസ് ചെയ്യാം. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, റൈറ്റ് കൺട്രോൾ പ്ലസ് F1. നോക്കൂ, ഇംഗ്ലീഷ്. വെറും F1 മാത്രം പ്രസ് ചെയ്യുമ്പോഴോ ഇംഗ്ലീഷ് US ഗ്രേഡ് 1. റൈറ്റ് കൺട്രോൾ കൂട്ടി പ്രസ് ചെയ്യുമ്പോഴോ ഇംഗ്ലീഷ്. ഇനി F2ന്റെ കാര്യം നോക്കാം. വെറും F2 പ്രസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് US ഗ്രേഡ് 2. കൺട്രോൾ F2 ഹിന്ദി. F4 ഒന്ന് നോക്കൂ, വെറും F4 അടിക്കുമ്പോൾ മലയാളം ഗ്രേഡ് 2. കൺട്രോൾ F4 മലയാളം എന്ന് മാത്രം. നോക്കാം, ഞാനിനി കൺട്രോൾ ഉപയോഗിച്ച് എല്ലാ കീകളും ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കൺട്രോൾ F1 ഇംഗ്ലീഷ്, കൺട്രോൾ F2 ഹിന്ദി, കൺട്രോൾ F3 കന്നഡ, കൺട്രോൾ F4 മലയാളം, കൺട്രോൾ F5 സ്പാനിഷ്, കൺട്രോൾ F6 തമിഴ്, കൺട്രോൾ F7 ന്യൂമറിക്കൽ, കൺട്രോൾ F8 അറബിക്, കൺട്രോൾ F10 സാൻസ്ക്രിറ്റ്, കൺട്രോൾ F11 ബ്രെയിൽ പാറ്റേൺസ്. ഞാൻ വീണ്ടും F1 അടിച്ച് ഇംഗ്ലീഷ് US ഗ്രേഡ് 1ലേക്ക് തന്നെ വരികയാണ്. നോക്കൂ, നമ്മൾ നേരത്തെ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. എന്താണ്? F അടിക്കുമ്പോ F വരാൻ പാടില്ല, A മാത്രം വരണം. അതൊന്ന് ഇവിടെ പരീക്ഷിച്ച് നോക്കാം നമുക്ക്. ഞാൻ F എന്ന കീ അടിക്കുന്നു, A എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നോക്കൂ, ഞാൻ B അടിക്കുന്നു, 1 2 FD കണ്ടോ, B മാത്രം വരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് തരത്തിൽ ഭാഷകൾ പറയുന്നത്?
ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. നേരത്തെ നാം ശാരദ ബ്രെയിൽ റൈറ്ററിൽ ഉപയോഗിച്ചിരുന്നത് ബിൽറ്റ് ഇൻ എഞ്ചിനാണ്. എന്നാൽ ഇവിടെ നാം ഉപയോഗിക്കുന്നത് 2 എഞ്ചിനുകൾ, മറ്റൊരു എഞ്ചിന് കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ലിബ് ലൂയിസ് എഞ്ചിൻ എന്നാണ്. എന്താണ് ബിൽറ്റ് ഇൻ എഞ്ചിനും ലിബ് ലൂയിസ് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം? ബിൽറ്റ് ഇൻ എഞ്ചിൻ എന്നത് ശാരദ ബ്രെയിൽ റൈറ്ററിന് വേണ്ടി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനാണ്. അത് നാം ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഡെവലപ്പറായ ശ്രീ നളിൻ സത്യനും അദ്ദേഹത്തിൻ്റെ പിതാവായ ശ്രീ സത്യശീലൻ സാറും ചേർന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് ബിൽറ്റ് ഇൻ എഞ്ചിൻ. കെൽട്രോൺ കേരളയുടെയും SCERT കേരളയുടെയും സഹായത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണത്. എന്നാൽ ഈ പുതിയ സോഫ്റ്റ്വെയറിൽ നമ്മൾ മറ്റൊരു എഞ്ചിൻ കൂടി ചേർത്തിട്ടുണ്ട്, ലിബ് ലൂയിസ്. ലോകവ്യാപകമായി ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള ബ്രെയിൽ ട്രാൻസ്ലേഷന് വേണ്ടി, അതായത് ടെക്സ്റ്റിൽ നിന്ന് ബ്രെയിലിലേക്കും ബ്രെയിലിൽ നിന്ന് ടെക്സ്റ്റിലേക്കും മാറ്റുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് ലിബ് ലൂയിസ്. ഇതിന്റെ ഒരു പ്രത്യേകത, ലോകത്ത് ബ്രെയിലിൽ ഉള്ള എല്ലാ ഭാഷകളും, ബ്രെയിൽ സിസ്റ്റമുള്ള എല്ലാ ഭാഷകൾക്കും ഈ സിസ്റ്റത്തിൽ, അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം 100-160ഓളം ഭാഷകൾ ഇതിൽ തന്നെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശാരദ ബ്രെയിൽ റൈറ്ററിൽ തന്നെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടേബിളുകൾ, ഒരുപാട് ഭാഷകൾ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഒരു സിസ്റ്റം ഇൻപുട്ടിൽ നമുക്ക് ഇത്രയും ഭാഷകൾ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നാൽ നമുക്ക് ഈ ശാരദ ബ്രെയിൽ റൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും ഭാഷകൾ ലിബ് ലൂയിസ് എഞ്ചിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എഴുതാൻ സാധിക്കും. അയ്യോ, ടീച്ചർ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. വെരി ഗുഡ്. അതായത് ടീച്ചർ ചോദിക്കുന്നത് കേട്ടില്ലേ, അങ്ങനെയെങ്കിൽ ലിബ് ലൂയിസ് പോരെ മാഷേ, ബിൽറ്റ് ഇൻ എഞ്ചിൻ എന്തിനാണ്? നോക്കൂ ടീച്ചർ, ബിൽറ്റ് ഇൻ എഞ്ചിൻ എന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു എഞ്ചിനാണ്. അതിൻ്റെ പ്രത്യേകത, സാധാരണ ലിപിയിൽ നാം എങ്ങനെ എഴുതുന്നു അതുപോലെയാണ് ബിൽറ്റ് ഇൻ എഞ്ചിനിൽ എഴുതുന്നത്. ഒരു ഉദാഹരണം പറയാം. അങ്കണം എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? നമ്മൾ ആ, 4 കുത്ത് ന ക ണ അം അല്ലെ? ആ 4 കുത്ത് ന ക ണ അം, അതാണ് അങ്കണം എന്ന് ബ്രെയിലിൽ എഴുതുക. എന്നാൽ ബിൽറ്റ് ഇൻ എഞ്ചിനിൽ നമ്മൾ അങ്ങനെ എഴുതിയാൽ അത് ശരിയാവില്ല. ബിൽറ്റ് ഇൻ എഞ്ചിനിൽ എഴുതുക ആ, ങ, 4 കുത്ത്, ങ എന്ന് പറയുമ്പോൾ 3, 4, 6, 4 കുത്ത് ക ണ അം, അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ബ്രെയിനിൽ എഴുതുന്നത് പോലെ വരണം എന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഫലമായിട്ടാണ് നാം എന്ത് ചെയ്തത്, അതിൽ ചില മാറ്റങ്ങൾ ബിൽറ്റ് ഇൻ എഞ്ചിനിലും വരുത്തിയിട്ടുണ്ട്, അതുപോലെ ലിബ് ലൂയിസിലും നമ്മൾ വരുത്തിയിട്ടുണ്ട്. ലിബ് ലൂയിസിന്റെ പ്രത്യേകത, ബ്രെയിനിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം എന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഭാഷകൾ മാറ്റി, ഒരുപാട് ഭാഷകൾ നമ്മൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2 എഞ്ചിനുകൾ പരിചയപ്പെട്ടു, ലിബ് ലൂയിസും ബിൽറ്റിനും. അതിൻ്റെ പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പുതിയ ശാരദ ബ്രെയിൽ റൈറ്ററിൽ ഞാനൊന്ന് F12 അടിക്കുകയാണ്. F12 നോക്കൂ, സ്വിച്ച് ടു സിസ്റ്റം ഇൻപുട്ട് എന്നാണ് വന്നിരിക്കുന്നത്. നോക്കണേ, ഞാനൊന്ന് നമ്മുടെ ബ്രെയിലിലെ സാധാരണ കീബോർഡിലെ F അമർത്തുകയാണ്. കണ്ടോ, ഇവിടെ F എന്ന് തന്നെയാണ് വന്നത്. J അമർത്തുന്നു, J തന്നെയാണ് വന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, ബ്രെയിലിൽ അഥവാ ശാരദ ബ്രെയിൽ റൈറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ സിസ്റ്റത്തിൽ അഥവാ റെഗുലർ കീബോർഡ് ഉപയോഗിച്ച് എഴുതണമെന്ന് ആർക്കെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അവർക്ക് അങ്ങനെ എഴുതാം. നോക്കൂ, ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് റെഗുലർ കീബോർഡിൽ നമ്മൾ എങ്ങനെയാണോ ASDF, കണ്ടോ, നമ്മൾ സാധാരണ
കീബോർഡ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് എഴുതാനുള്ള ഒരു സംവിധാനമാണ് F12 അടിക്കുമ്പോൾ സിസ്റ്റം ഇൻപുട്ടിലേക്ക് മാറും. ഞാൻ ഒന്നുകൂടി F12 അടിക്കുന്നു. സ്വിച്ച് ടു ബ്രെയിൽ ഇൻപുട്ട്. കണ്ടോ, ബ്രെയിൽ ഇൻപുട്ടിലേക്ക് നമ്മൾ മാറുകയാണ്. അവിടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ നോക്കൂ, എഫ് ആണ് അടിക്കുന്നത്, എ ആണ് വരുന്നത്, ജെ ആണ് അടിക്കുന്നത്, സോറി എയും എഫും ജെയും കൂടി ചേർത്താണ് അടിക്കുന്നത്. നോക്കൂ, കണ്ടോ, ഇങ്ങനെ ഉള്ള ഒരു മാറ്റം കൂടി പുതിയ ശാരദാ ബ്രെയിൽ റൈറ്ററിൽ ലഭ്യമാണ്. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ പറയാനുണ്ട്. അത് കണ്ണൂരിൽ നിന്നുള്ള അജയ മാഷ് നിങ്ങളോട് കൂടുതലായിട്ട് പറഞ്ഞു തരും. നമസ്കാരം.